ഭയങ്കര ഡിമാൻഡുള്ള മുതലാണ് യൂറോ 1 സ്പ്ലെൻഡർ. ആദ്യം ഒരു കാര്യം വേണ്ടേ, ഇത് കസ്റ്റമർ വണ്ടിയാണ് പാർക്കാൻസേരി. എത്ര പേപ്പർ ഉണ്ട്? 2027 പേപ്പറുള്ള നല്ലൊരു കണ്ടീഷൻ, സാധാരണക്കാരന്റെ സ്വന്തം വണ്ടി, മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്താ ലാഭം? 15. ആകെ 15 രൂപ. ഡിയോക്ക് ചോദിക്കുന്നുണ്ട്. ഡിയോ നമ്മൾ ഒരുപാട് ആൾ കോൺടാക്ട് ചെയ്യുന്ന വണ്ടിയാണ്. അടുത്ത നമ്മൾ ആക്സസ് 15. ഡിസ്കവറി ഒക്കെ ഉണ്ട്, ചെറിയ 10 രൂപ താഴെ കൊടുക്കാം. ഡിസ്കവറി കൊടുക്കാം. ഇനിയിപ്പോ ക്വാളിറ്റി വണ്ടികളാണെങ്കിൽ ഇതാ ബുള്ളറ്റ് ഐറ്റംസ് ഉണ്ട്, സ്കൂട്ടർ ഉണ്ട്, എക്സ്പൾസ് ഉണ്ട്, അതെ, അപ്പാച്ചി. അടുത്ത നമ്മളെ ബുർഗുമാനെ ചോദിച്ച് ഒരുപാട് ആൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഇത് നല്ല ടയർ, അത്യാവശ്യം നല്ല ബോഡി കാര്യങ്ങളൊക്കെ വരുന്ന ബ്ലാക്ക് കളർ വണ്ടിയാ. ഇനി വരും ഇവിടെ നമുക്ക് കാണാനുള്ളത് R15 ഉണ്ട്, അതുപോലെ നല്ല ക്വാളിറ്റി MT15 ഉണ്ട്. സ്റ്റാൻഡേർഡ് വേണമെങ്കിൽ നോർമൽ സ്റ്റാൻഡേർഡ്, എക്സ്, അതുപോലെ സിഗ്നൽസ്, ക്ലാസിക് വേണമെങ്കിൽ ഫ്രണ്ടിലുണ്ട്. 10 രൂപ പേപ്പർ ക്ലിയർ ആയി സിവിലും കാര്യമില്ലാത്ത ആളുകൾക്ക് ക്ലിയർ ആളുകൾ. പിന്നെ നമുക്ക് ഓഫർ ആയിട്ട് പോകണ കാര്യമുണ്ട്, നമുക്ക് 5 ലിറ്റർ എണ്ണയും കൊടുക്കാം, ഒരു ഹെൽമെറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാം. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന വണ്ടിക്ക് നമ്മൾ വീഡിയോ കണ്ടു നമുക്ക് കൊടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി 20 രൂപ. ഓക്കെ. അലോയിൽ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്ന നമ്മളെ ഗ്ലാമർ 2012 എന്താ വില? നമുക്ക് 8 രൂപ. 8 രൂപ. ഓക്കെ. ശരി. ഓക്കെ. ഡിസ്ക് അലോയിൽ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി കേട്ടോ. BMW അല്ലല്ലോ. ബോഡി കാര്യങ്ങളും ഒക്കെ കണ്ടില്ല, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. സിംഗിൾ ഓണർ പുതിയ എടുക്കുന്ന ആളുകൾക്ക് അതെ. ഫ്രഷ് വണ്ടി എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ആ വിലന്റെ കാര്യം ലോൺ വേണമെങ്കിൽ ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ പേപ്പർ ക്ലിയർ ആണെങ്കിൽ ഓക്കെ. കാര്യങ്ങളൊക്കെ ഉണ്ട്. വീണ്ടും മറ്റൊരു സാധാരണക്കാരന്റെ വണ്ടി കുറച്ച് CC കൂടും, ഒരു ഹൈ ക്വാളിറ്റി 1, 2, 3 ഹൈ ക്വാളിറ്റി വണ്ടികൾ. അപ്പോ എല്ലാവർക്കും നമസ്കാരം. 3 മാസത്തിന് ശേഷം ഒരു എന്താ പറയാ, ഒരു അത്യാവശ്യം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കട്ടെ. നമ്മള് പിന്നെ യൂട്യൂബിൽ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മളുള്ളത് നമ്മളെ കൊണ്ടോട്ടിയിലെ റൺവേ വിമാനത്താവളത്തിന്റെ തൊട്ട് ബാക്കിലുള്ള അയൺ മോട്ടോഴ്സ് ബാബുവിന്റെ ഷോപ്പിലാണ്. ഇതൊക്കെ എല്ലാവർക്കും സുഖം ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ശേഷം നമ്മളെ ചാനലിന്റെ പേരൊക്കെ മാറും കേട്ടോ. പുതിയ പേരിലായിരിക്കും നമ്മൾ അടുത്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ അതാണെങ്കിലും ഇന്ന് നമ്മൾ സാധാരണക്കാരൻ്റെ വണ്ടികൾ മുതൽ ക്വാളിറ്റി ബൈക്ക്, സ്കൂട്ടർ, ബുള്ളറ്റ് തുടങ്ങി ഒരുപാട് വണ്ടികളുള്ള നമ്മളെ അയൺ മോട്ടോഴ്സ് ബാബുവിന്റെ ഷോറൂമിലാണ് എത്തിയിട്ടുള്ളത്. പിന്നെ നമ്മളെ മറ്റു തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയതാട്ടോ. നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വിളിച്ചിരുന്നു. എല്ലാവരോടും നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഏതാണെങ്കിലും നമുക്ക് ബാബാ വരൂ. അപ്പോൾ ബാബുവിന്റെ കടയിലാണ് നമ്മൾ റീസ്റ്റാർട്ട് വീഡിയോ 3 മാസങ്ങൾക്ക് ശേഷം ചെയ്യുന്നത്. എത്തപാടെ ഷറല്ലേ? ഓക്കെ. നമ്മളിപ്പോ ഒരുപാടായി നമ്മളെ ഷോപ്പിനെ വീഡിയോ ചെയ്തിട്ട് കുറച്ചായി. അപ്പൊ ഒന്നാമത് എന്താ വെച്ചാൽ നമ്മളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പോയതാണ് സംഭവം. അപ്പൊ ഏതാണെങ്കിലും ഇന്നിപ്പോ നമ്മള് ഒരു 3 മാസത്തിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് വീഡിയോ ആണ്. അതിന് എന്താണ് മാക്സിമം നമുക്ക് ഓഫറൊക്കെ കൊടുത്തോണ്ട് മാക്സിമം ചെയ്യാം. ഓണക്കല്ലേ വരുന്നത്, ഓണത്തിന്റെ ഓഫറും കാര്യമൊക്കെ ആയിട്ട് മാക്സിമം ചെയ്ത് ചെയ്യാം. അപ്പൊ ഇന്ന് നമുക്ക് കുറഞ്ഞ വിലന്റെ ഒരു ഡിസ്കവറി ഉണ്ട്, ചെറിയ 10 രൂപ താഴെ കൊടുക്കാൻ ഡിസ്കവറി കാര്യങ്ങൾ, സ്കൂട്ടർ ഒക്കെ ഉണ്ട്, ചെറിയ വണ്ടി കൊടുക്കാം. ഇനിയിപ്പോ ക്വാളിറ്റി വണ്ടികളാണെങ്കിൽ ഇതാ കൂടിയ വണ്ടി, ബുള്ളറ്റ് ഐറ്റംസ് ഉണ്ട്, സ്കൂട്ടർ ഉണ്ട്, എക്സ്പൾസ് ഉണ്ട്, അതെ, അപ്പാച്ചി, ഇക്സറി കാര്യങ്ങള് എല്ലാം ഒത്തിരി. നമ്മള് പിന്നെ കസ്റ്റമേഴ്സ് വിളിച്ച് ഒത്തിരി വണ്ടികൾ കേട്ടോ. ഉള്ളിൽ എല്ലാവിധ വണ്ടികളും നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കാണാം, കൊടുക്കാം. അതെ, തീർച്ചയായിട്ടും. ചെറിയ മുതൽ മുടക്ക് പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനാൻസ് ഇട്ട് അങ്ങനെ ചെയ്യാം. റെഡി ക്യാഷ് എങ്ങനെ ബുള്ളറ്റ് ഒക്കെ ചോദിച്ച ആളുകൾക്ക് ഒരുപാട് വണ്ടികളുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോലെ. അപ്പൊ ഏതെങ്കിലും നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണുന്നത് ഒരു ഹൈ ക്വാളിറ്റി 1, 2, 3 ഹൈ ക്വാളിറ്റി വണ്ടികൾ. ഇതേതാ വണ്ടി പറഞ്ഞാൽ 21 മോഡൽ സിംഗിൾ ഓണർ അല്ലേ? നല്ല പുത്തം പോലത്തെ ടയറ് കാര്യങ്ങള്, ബോഡിയൊക്കെ നോക്കിക്കോളി, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഏകദേശം എത്ര ഓടിക്കണം പറയാൻ പറ്റും? ഏകദേശം ഒരു കണക്ക് 25 കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിന്റെ വില നമുക്കൊരു 85 രൂപ കൊടുക്കാം. ഓക്കെ. 85 രൂപ നമ്മൾ ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത് നമുക്ക് ചെയ്ത് കൊടുത്തു, പരമാവധി ഡിസ്കൗണ്ട് ചെയ്യാം. അടുത്ത ജിക്സർ, ഇതൊക്കെ നല്ല 1 രൂപ വിലയുള്ള വണ്ടിയാട്ടോ. തീർച്ചയായിട്ടും ഫ്രഷ് അന്വേഷിച്ച് അറിയാം. അത്യാവശ്യം നല്ല വില കാര്യങ്ങളുണ്ടാവും. ഇത് നമ്മളെ ജിക്സറിന്റെ ന്യൂ മോഡൽ ടൈപ്പ് 22. ഇതും സിംഗിൾ ഓണറിൽ വരുന്ന വണ്ടി. അതെ അതെ അതെ. ഇത് ഇപ്പൊ പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. വണ്ടി ബോഡി ആണെങ്കിലും ഒക്കെ ക്ലിയർ ആക്കി കൊടുക്കാം. ഡീസൽ മീറ്റർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി കേട്ടോ. ഇതിന് എത്ര നമ്മൾ 2022 ചോദിക്കുന്നത് 85 രൂപ. ഇനിയിപ്പോ നമ്മളെ SF ജിക്സർ കിറ്റുള്ള മോഡല് ഒരുപാട് ആൾ ചോദിക്കാറുണ്ട്. 2018 ഓണർഷിപ്പ് എത്ര തന്നെ? ഫസ്റ്റ് ഓണർഷിപ്പ് തന്നെ. ഓക്കെ. ഇതും നല്ല ബ്ലാക്ക് കളർ കേട്ടോ. നല്ല ബ്ലാക്കിൽ റെഡ് സ്റ്റിക്കർ വരുന്നത്. നല്ല വൃത്തിയുള്ളൊരു വണ്ടി തന്നെയാണ് ഇതും കാണുന്നത്. ഇതിന്റെ പിന്നെ ഓട്ടം പറയുകയാണെങ്കിൽ ഏകദേശം മീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് വേണമെങ്കിൽ കാണിച്ചു വെച്ചോളാം. വെറും 32,000 കിലോമീറ്ററാണ് ഈ കാണുന്ന ജിക്സർ SF ഓടിയിട്ടുള്ളൂ. വില
ഓക്കെ 45,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് ചോദിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത് സാധാരണക്കാരന്റെ ഒരു വണ്ടി. ആ ഓക്കെ 2015-16 അല്ലേ? ഓക്കെ 30 എത്ര തന്നെ? 37 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. നല്ല വണ്ടി കേട്ടോ, കാണാൻ വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. വീണ്ടും മറ്റൊരു സാധാരണക്കാരന്റെ വണ്ടി ഷൈന്, കുറച്ച് CC കൂടും, അലോവിയില് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളും ഒക്കെ വരുന്ന വണ്ടിയാണ്. CC കൂടും, അതുപോലെ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഫ്രണ്ടിൽ കാണിച്ചാൽ നമ്മളെ ടയർ കാണിച്ചാൽ നല്ല പുത്തം പോലെ ടയർ ഉണ്ട്. എന്താ വില? 40 രൂപ. ഓക്കെ 40,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. അടുത്ത് ഒരുപാട് എൻക്വയറി വേണ്ടി എഫ് സെഡ് എത്ര മോഡല്? ശരി 2016 മോഡല് എഫ് സെഡ് ചോദിക്കണം 45,000 45,000 രൂപയാണ് ചോദിക്കുന്നത്. വണ്ടി എങ്ങനെ ഉണ്ടാവുക? ഓക്കെ അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്, ബ്ലാക്ക് കളറാണ്. എഫ് സെഡ് വേണ്ട ആളുകൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് കൂടാതെ വേറെ വണ്ടി ഉണ്ട്. അടുത്ത് നമ്മളെ 17 ABS കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി കേട്ടോ. 40 രൂപ എത്ര മോഡല്? 17 മോഡല്. ഓക്കെ ലോൺ വേണമെങ്കിൽ ഫുൾ ലോൺ പേപ്പർ ക്ലിയർ ആണെങ്കിൽ. ഓക്കെ 40,000 രൂപയാണ് ചോദിക്കുന്നത്. 2016 ഇൻട്രൂഡർ, സോറി 17. ഇടയ്ക്ക് നമ്മളെ കസ്റ്റമേഴ്സ് റയർ ആയിട്ട് ചോദിക്കുന്ന വണ്ടിയാണ് ഇൻട്രൂഡർ. അപ്പൊ നിലവിൽ നമ്മൾ അയൺ മോട്ടോഴ്സിൽ വണ്ടി അവൈലബിൾ ആണ്. വെറും 40,000 രൂപയാണ് ചോദിക്കുന്നത്. ലോൺ വേണ്ട ആൾക്ക് പേപ്പർ ക്ലിയർ ആണെങ്കിൽ ഫുൾ ലോൺ അതോ ഇല്ല. അടുത്ത നമ്മളെ 180 വില കുറഞ്ഞത് നമുക്കൊരു 27-28 രൂപ റേഞ്ച് കൊടുക്കാം. വണ്ടി കണ്ട് സെൽഫൊക്കെ അപ്പൊ 14-15 180 ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത് 27 രൂപ കേട്ടോ. വേണ്ട ആളുകൾ കോൺടാക്ട് ചെയ്യുക. ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഫ്രണ്ടിൽ ടയർ കുറവുണ്ട് കേട്ടോ. ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിന്റെ. ബാക്കിൽ അത്യാവശ്യം നല്ല ടയർ ഉണ്ടാവും. നമുക്ക് ക്യാമറ അങ്ങോട്ട് കാണിക്കാൻ പറ്റൂല. അപ്പോൾ അടുത്ത് നമ്മൾ ആക്സസ് നല്ല ക്വാളിറ്റി വണ്ടി, ബ്ലൂടൂത്ത് കാര്യങ്ങൾ, ഡീസൽ മീറ്റർ ഒക്കെ വരുന്ന നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഫ്രണ്ടിൽ നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി അതുപോലെ ആലോവിയിൽ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ അല്ലത്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എത്ര വില? നമുക്കൊരു 75 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. ഗാർഡ് കാര്യങ്ങളൊക്കെ വെച്ച വണ്ടി കേട്ടോ. അടുത്ത നമ്മളെ ബുർഗുമാനെ ചോദിച്ച് ഒരുപാട് ആൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. 18 ബുർഗുമാൻ ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഇത് നല്ല ടയർ, അത്യാവശ്യം നല്ല ബോഡി കാര്യങ്ങളൊക്കെ വരുന്ന ബ്ലാക്ക് കളർ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിൽ എന്താ വില? ഓഫർ പ്രൈസ് 50,000 രൂപയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. അടുത്ത് വെസ്പ 17 മോഡൽ വെസ്പ. അത്യാവശ്യം നല്ല ടയർ ഉണ്ട്. ബോഡി വലിയ കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വലിയ ഒരു വൃത്തിയല്ല, എന്നാലും വൃത്തിയുണ്ട്. 21 സിൽവർ കളറല്ലേ? 21 വെസ്പ വേണ്ടവർക്ക് അതിന്റെ അപ്രിലുണ്ട്. ഇത് 2017 എന്താ വില? 40,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. അടുത്ത നമ്മൾ ആക്സസ് 2016 ഒരു ബ്ലൂ കളർ ആക്സസ്. വണ്ടി എങ്ങനെ കണ്ടീഷൻ? പിന്നെ അതെന്താ വില? 43,000 രൂപയാണ് 2016 ആക്സസിന് ചോദിക്കുന്നത്. അടുത്ത നമ്മളെ ഓഫ് റോഡ് മുതൽ എക്സ്പൾസ് 21 മോഡൽ എക്സ്പൾസ് RC ഓണറോ? ഓക്കെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 2021 21 മോഡല് ABS കാര്യങ്ങളൊക്കെ വരുന്ന നമ്മളെ എക്സ്പൾസ് 200 ആണ് ഈ കാണുന്നത്. ഇത് ഏകദേശം ഓട്ടം ഒരുപാട് ഓടിക്കണം. 30,000 ഓടിയിട്ടുള്ളൂ. എന്താ വില? 1 ലക്ഷം രൂപയാണ് 2021 എക്സ്പൾസിന് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. പരമാവധി ഡിസ്കൗണ്ട് ചെയ്യാം. ഫ്രണ്ടിലെ ടയർ കഞ്ചിപ്പ് കാണിച്ചോളാം. അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലും ഉണ്ട്. 2022 മോഡല് ഇലക്ട്രിക് വണ്ടി ഒരുപാട് ആൾ ചോദിക്കാറുണ്ട്. അങ്ങനത്തെ ആൾക്ക് ഒരു ബ്ലൂ കളർ ഇലക്ട്രിക് വേറെ ബ്രാൻഡില്. ഓക്കെ അങ്ങനെ പല ബ്രാൻഡിലും ഇലക്ട്രിക് വണ്ടി അവൈലബിൾ ആണ്. ഒരു കോൺടാക്ട് ചെയ്തോട്ടെ. ഇത് 22 മോഡലാ? ഓക്കെ എന്താ വില? ഓക്കെ 65,000 രൂപയാണ് ചോദിക്കുന്നത്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവില്ല. ഓക്കെ നിലവിൽ 85 ഒക്കെയാണ് പറയേണ്ടത്. അടുത്ത നമ്മൾ എൻഡോർക്ക് 20 മോഡൽ ഓണർഷിപ്പ്. ഓക്കെ ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയുള്ള ഒരു വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഫ്രണ്ടിൽ നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇത് എത്ര ചോദിക്കുന്നത്? 2020 60,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് ചോദിക്കുന്നത്. അടുത്ത നല്ലൊരു ക്വാളിറ്റി 150 22 പുത്തം പോലത്തെ ഷോറൂം കണ്ടീഷൻ. ഷോറൂം കണ്ടീഷൻ വണ്ടി. അതെ 1.5 ലക്ഷം രൂപ പിന്നെ ഷോറൂമിൽ വില വരുന്ന. ഫ്രണ്ടിലും നല്ല ക്വാളിറ്റി ടയർ, ബാക്കിലും അതുപോലെ ടയർ, ബോഡി കാര്യങ്ങളും ഒക്കെ ഉണ്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. സിംഗിൾ ഓണർ അതെ ഫ്രഷ് ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ആ വിലന്റെ ഇവിടെ കുറച്ചിട്ട് സിമ്പിൾ ആയിട്ട് വണ്ടി എടുക്കാം. 22 പിന്നെ സ്പെയർ കീ കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയാൽ കാണാൻ പറ്റും. എന്താ വില? 85 22 മോഡല് 150 മൈലേജ് ഉണ്ടാവും. നമ്മൾ ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത് 85 ആണ്. അടുത്ത് നമ്മൾ അവഞ്ചർ
220 വണ്ടി നമുക്കൊരു 40 രൂപ കൊടുക്കാം. 40 രൂപ. 2016 220 അവഞ്ചർ ലോൺ കൊടുക്കാം. ഓക്കെ, വെറും 10 രൂപ ഉണ്ടായി കഴിഞ്ഞാൽ വണ്ടി ഇറക്കാം. ഫ്രണ്ടിലൊക്കെ നല്ല ടയർ ഉണ്ട് കേട്ടോ, നോക്കണ്ട. അത് ഈ ഒരു ഭാഗത്ത് നമ്മളെ സാധന സാമഗ്രികൾ കുറച്ചുണ്ട്. അപ്പൊ അതിന്റെ ഒരു വൃത്തിയും കണ്ടു. വണ്ടി എല്ലാം ക്വാളിറ്റിയാണ്. 2016 40 രൂപ. നമ്മളെ ബുള്ളറ്റ് ചോദിച്ച ഒരുപാട് ആളുകളുണ്ട്. സ്റ്റാൻഡേർഡ് വേണമെങ്കിൽ നോർമൽ സ്റ്റാൻഡേർഡ്, എക്സ്, അതുപോലെ സിഗ്നൽസ്, ക്ലാസിക് വേണമെങ്കിൽ ഫ്രണ്ടിലുണ്ട്. ഇനി അതല്ലാതെ വേറെ നമുക്ക് അവൈലബിൾ കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ടിങ് തന്നെ നോർമൽ സ്റ്റാൻഡേർഡ്. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, നല്ല ക്വാളിറ്റി, വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി കേട്ടോ. ഇത് പിന്നെ ഓട്ടം വെറും 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ എന്ത് വില? 110 ആസ്കിംഗ് പ്രൈസ് 1,10,000 ചോദിക്കുന്നത്. അടുത്ത വരും സിഗ്നൽസ് 20 നല്ലൊരു വൃത്തിയുള്ള നമ്മളെ പിന്നെ കാക്കി കളർ വണ്ടി, 2020 മോഡല്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വരുന്നത്. നല്ല ടയർ, ഫ്രണ്ടിലും ബാക്കിലൊക്കെ നല്ല ടയർ ഉണ്ട്. ബോഡി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എന്താ വില? ഇത് നമുക്കൊരു 130 1,30,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചോദിക്കുന്ന പ്രൈസാ, അഡ്ജസ്റ്റ് പരമാവധി ചെയ്യാം. അടുത്ത 500 അല്ലേ? 500 സ്റ്റാൻഡേർഡ് നോക്കേണ്ട ആളുണ്ടെങ്കിൽ 2018 ഒരു 58,000 കിലോമീറ്റർ ഓടിയ നല്ലൊരു വൃത്തിയുള്ള 500 സ്റ്റാൻഡേർഡ് ആണ് ഈ കാണുന്നത്. എന്താ വില? 88. അതിന് തൊട്ടടുത്ത് വീണ്ടും ഒരു നോർമൽ ഒന്നുകൂടി മോഡൽ കുറഞ്ഞ 2018 വെറും 44,000 കിലോമീറ്റർ ഓടിയ നല്ല വൃത്തിയുള്ള ബോഡി കാര്യങ്ങൾ, ടയറൊക്കെ നല്ല കണ്ടീഷനിലുള്ള വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. എന്താ വില? 95. ഓക്കെ, 95,000 രൂപയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് ചോദിക്കുന്നത് വേണ്ട ആളുകളെ. അടുത്തത് സ്റ്റാൻഡേർഡ് എക്സ് 20. സ്റ്റാൻഡേർഡ് എക്സിലേക്ക് വരുമ്പോൾ നമുക്ക് ABS വരും, അതുപോലെ ഡിസ്ക് ബ്രേക്ക് വരും. ES അപേക്ഷിച്ച് സെൽഫ് മാത്രം ഇല്ലാത്തുണ്ടാവും. ബാക്കിയൊക്കെ ക്ലിയർ ആയിക്കാരം. 2 എക്സ് ഉണ്ട്. ഇത് എത്ര മോഡൽ? 20 ഓക്കെ, 2020 മോഡൽ സ്റ്റാൻഡേർഡ് എക്സ് വെറും 45,000 കിലോമീറ്റർ ഓട്ടം. 20 മോഡൽ എക്സിന്റെ വില 120. 21 മോഡൽ എക്സ്, രണ്ടും നല്ല ക്വാളിറ്റി വണ്ടി. ഇത് 125. പൾസർ 220 മോഡൽ എത്ര? ഓക്കെ, 2014 നല്ലൊരു വൃത്തിയുള്ള ടയർ കാര്യങ്ങൾ, ബോർഡ് ഒക്കെ കണ്ടീഷനുള്ള നല്ല അടിപൊളി 220. 14 മോഡല് ആസ്കിംഗ് പ്രൈസ് നമ്മൾ ചോദിച്ചിരുന്നത് വെറും 32 കാണിച്ചു തരാം. 32 രൂപക്കാണ് ഈ 220 നമ്മൾ. യൂറോ 1 സ്പ്ലെൻഡർ വരി ഒരുപാട് ആള് കോൺടാക്ട് ചെയ്യുന്ന വണ്ടിയാണ്. ഭയങ്കര ഡിമാൻഡുള്ള മുതലാണ് യൂറോ 1 സ്പ്ലെൻഡർ. ആദ്യം ഒരു കാര്യം വേണ്ടേ, ഇത് കസ്റ്റമർ വണ്ടിയാണ്. പാർക്കാൻ സൈഡ് കസ്റ്റമർ 10 രൂപ ചെലവാക്കിയ വണ്ടി. പേപ്പർ കാര്യങ്ങൾ എല്ലാം, ലെവിൽ ടയർ, 2 ടയർ പുതിയതൊക്കെ. എത്ര പേപ്പർ ഉണ്ട്? എഞ്ചിനൊക്കെ നല്ല പക്കയാണ്, നല്ല വർക്കിംഗ് നോക്കി സ്റ്റാർട്ട് ചെയ്ത് അടിപൊളി വർക്കിംഗ്. ഓക്കെ, എത്ര പേപ്പർ ഉണ്ട്? പേപ്പറൊക്കെ 2027 വരെ പേപ്പർ. ഓക്കെ, കസ്റ്റമർ ഉണ്ട്, അതുകൊണ്ട് ചെറിയൊരു വിലയിൽ കുറച്ചൊരു ചെറിയ മാറ്റം സാധാരണ വണ്ടിക്ക് ഏകദേശം നല്ലൊരു 10,000 രൂപ. ഓക്കെ, ഇത് എത്ര നമ്മൾ ചോദിക്കുന്നത്? 43. 98 മോഡൽ ഡയലോവിൽ കാര്യങ്ങളൊക്കെ ചെയ്ത സ്പ്ലെൻഡർ ആണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വേണ്ട ആളുകൾ കോൺടാക്ട് ചെയ്യാനില്ല. ഇതിനപ്പുറത്ത് വേറെ സ്പ്ലെൻഡർ കൂടി ഉണ്ട്. കഴിഞ്ഞിട്ടില്ല, ഒരു സ്പ്ലെൻഡർ കൂടി അപ്പുറത്തുണ്ട്. അടുത്ത് പൾസർ 150. 2014 മോഡൽ വില കുറഞ്ഞ പൾസർ, ബ്ലാക്ക് കളർ. ഇത് കണ്ടീഷൻ എങ്ങനെ? നല്ല എഞ്ചിനും കാര്യമൊക്കെ പക്കാൻ ഫുഡ് അല്ലേ? ഓക്കെ, എന്താ വില? 32 രൂപ. ഇത് ബാക്കിൽ ടയർ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ടയർ കുറച്ച് കുറവുണ്ട് കേട്ടോ. ബോഡി കാര്യങ്ങളൊന്നും കാണാൻ 14ന്റെ ആ ഒരു വൃത്തിയുണ്ട്. പക്ഷെ ബാക്കിലും ഫ്രണ്ടിലും ടയർ കഴിഞ്ഞിട്ടുണ്ട്. എന്താ വില? 32 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ചോദിക്കണം. നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാം. ഇനി വരും ഇവിടെ നമുക്ക് കാണാനുള്ളത് R15 ഉണ്ട്, അതുപോലെ നല്ല ക്വാളിറ്റി MT15 ഉണ്ട്. MT സ്റ്റാർട്ട് ചെയ്താവോ? നമുക്ക് എടുക്കാം. 22 മോഡൽ സിംഗിൾ ഓണറാ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ABS കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി നല്ല വൃത്തിയുള്ള ഒരു MT കേട്ടോ. ഓക്കെ, അത് നമ്മൾ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുന്നേ വണ്ടി കൊടുക്കുന്ന ഷോറൂം കയറ്റിയിട്ടുള്ളൂ. അപ്പോൾ സർവീസ് പോളിഷ് ഒക്കെ ചെയ്തിട്ടായിരിക്കും തരാം. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 22 മോഡൽ വണ്ടി. ബാക്കിലും നല്ല ടയർ ഉണ്ട്, ഫ്രണ്ടിലും നല്ല ടയർ ഉണ്ട്. ഓട്ടം പറയുകയാണെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എത്ര വില? വില 170. ഇതിന് വെറും 25,000 കിലോമീറ്ററാണ് MT15 ഓടിയിട്ടുള്ളൂ. 170. ഓക്കെ, ഇതൊക്കെ ഒരു 10-20 രൂപ. ഓക്കെ, 10-25 രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ MT ഇറക്കി കൊണ്ടുപോകാം. 170 ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. അടുത്ത് നമ്മളെ R15 നോർമൽ R15 ഫസ്റ്റ് വേർഷൻ മോഡല്. ഓക്കെ, 2018. ഫ്രണ്ടിലൊക്കെ നല്ല അടിപൊളി ഇതുണ്ട്, ടയർ ഉണ്ട്. സിംഗിൾ ഓണർ, ബോഡി അത്യാവശ്യം കാണാൻ വൃത്തിയുണ്ട്. എന്താ വില? 70,000 രൂപ R15 ചോദിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി R15 ആണ്, കാണാൻ വൃത്തിയുണ്ട്. അടുത്ത പാഷൻ എക്സ്പ്രോ 2014 അലോവീല് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. നമ്മളെ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആണ് കളർ വരുന്നത്. ബോഡി അത്യാവശ്യം വൃത്തിയുണ്ട്, ടയർ അത്യാവശ്യം ഉണ്ട്. KL 11 രജിസ്ട്രേഷൻ വണ്ടി. വില 30,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. അടുത്ത വില കുറഞ്ഞ വണ്ടി ഡാസിലർ 2012 പിന്നെ മോഡല്. ഫ്രണ്ടിൽ ടയർ കഴിഞ്ഞിട്ടുണ്ട്, ബാക്കിൽ അത്യാവശ്യം ടയർ ഉണ്ട്. നമ്മളെ റെഡും വൈറ്റും വരുന്ന വണ്ടി. എന്താ വില?
നമുക്കൊരു 15 രൂപ 15. ബാക്ക് ഡിസ്കൗണ്ട് ബാക്കിലും ഫ്രണ്ടിലും ട്വിൻ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ബാക്കും ഫ്രണ്ടിലൊക്കെ ഡിസ്ക് ബ്രേക്ക് ആണ്. ഫ്രണ്ടിലെ ടയർ കഴിഞ്ഞിട്ടാണ് മെയിനായിട്ട് പറയാനുള്ളൂ. വില 15 രൂപ. 12 മോഡൽ അല്ലേ? 12 മോഡൽ ഡാജിലറി. അടുത്ത വീണ്ടും മറ്റൊരു നല്ല അടിപൊളി യൂറോ 1, മറ്റൊരു യൂറോ 1 സ്പ്ലെൻഡർ, രണ്ടാമത്തെ സ്പ്ലെൻഡറാണ് ഈ കാണുന്നത്. മോഡൽ എത്ര? 97 മോഡല്. കണ്ടീഷനോ? എഞ്ചിനൊക്കെ ടെസ്റ്റ് കഴിഞ്ഞുണ്ട്. ഓക്കെ. അപ്പൊ ഇതുണ്ടാവില്ല പേപ്പർ 27 പേപ്പർ ഉണ്ടോ? 27 പേപ്പർ കാര്യങ്ങൾ അതും ക്ലിയർ ആണ്. എത്ര രൂപ വില വണ്ടി? 39. ഓക്കെ. ഇത് കുറച്ചുകൂടി വില കുറവാണ്. 39,000 രൂപയാണ് ഈ കാണുന്ന സ്പ്ലെൻഡറിനെ ചോദിക്കുന്നത്. സ്പ്ലെൻഡർ നോക്കാനുള്ള വേഗം കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത യൂണിക്കോൺ 2009 മോഡൽ. മോഡൽ കുറഞ്ഞ യൂണിക്കോൺ. അപ്പൊ പേപ്പർ എടുത്തിട്ടുണ്ടതിന്റെ പേപ്പർ നമ്മള് പുതിയ പേപ്പർ എടുത്തു തരും. ഓക്കെ. 2009 മോഡൽ യൂണിക്കോൺ. കാണാനൊക്കെ അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലും ഫ്രണ്ടിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ കാര്യങ്ങൾ അതുകൊണ്ട് കേട്ടോ. ഒന്നും പ്രശ്നമാക്കണ്ട. പക്ഷെ നമ്മളെ ടയർ കാണിച്ചു തരാം. നമുക്കൊരു 17 പേപ്പർ എടുക്കാതെ പേപ്പർ എടുത്തു കണ്ടു. ഓക്കെ. പുതിയ പേപ്പറിൽ യൂണിക്കോൺ 2009 മോഡല് ഈ കാണുന്ന വണ്ടി നമുക്ക് വെറും 17,000 രൂപയ്ക്ക് പുതിയ പേപ്പറിൽ നമുക്ക് എടുത്തു തരും. അപ്പോൾ യൂണിക്കോൺ കുറഞ്ഞ വിലക്ക് വേണ്ട അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്തോളി. അടുത്ത നമ്മളെ പൾസർ 150 വീണ്ടും. 2013 നമ്മളെ ബ്ലാക്ക് ആൻഡ് റെഡ് തന്നെ പൾസർ 150. എന്താ വില ആവോ? 27. കുഴപ്പമില്ലാത്ത ടയർ, അത്യാവശ്യം വൃത്തിയുള്ള ബോഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലും നല്ല ടയർ ഉണ്ട്. 27 രൂപയാണ് ഇതിന് നമ്മൾ ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. അടുത്ത നമ്മൾ ഡിയോ 2014 മോഡല് അത്യാവശ്യം വൃത്തിയുള്ള ഡിയോ ആണ് ഈ കാണുന്നത്. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. 2014 മോഡൽ. എന്താ വില? 28 രൂപ. ഓക്കെ. 28,000 രൂപയാണ് കാണുന്ന യെല്ലോ ഡിയോക്ക് ചോദിക്കുന്നത്. ഡിയോ നമ്മൾ ഒരുപാട് ആൾ കോൺടാക്ട് ചെയ്യുന്ന വണ്ടിയാണ്. അടുത്ത നമ്മൾ ആക്സസ് 15 മോഡൽ കുറഞ്ഞ. ഇതിന്റെ ഫ്രണ്ടിൽ ഇവിടെ ചെറിയ ചെളുക്കന്മാരൊക്കെ ഉണ്ട് കേട്ടോ. റെഡിയാക്കി കൊടുക്കാം. ഓക്കെ. ഇത് നമ്മൾ ക്ലിയർ ആക്കി തരും. അല്ലെങ്കിൽ ഇത് മാറ്റി തരും. ഓക്കെ. ഓൾഡ് മോഡൽ ആക്സസ് ഇത് കൂടാതെ വേറെ ഉണ്ട്. ടയറൊക്കെ നല്ല ടയർ ഉണ്ട് കേട്ടോ. 2015 മോഡല്. ബോഡിയും കുഴപ്പമില്ലാത്ത വൃത്തിയുണ്ട്. എത്ര വില? 18. ഓക്കെ. 2015 ആക്സസിന് ചോദിക്കുന്ന വില വെറും 18,000 രൂപ. ഇതൊക്കെ ക്ലിയർ ആക്കി തരും. ഒന്നും വിഷയാക്കണ്ട. അടുത്ത് ഇതാ ഒരു ജൂപ്പിറ്റർ ഫ്രണ്ടിൽ നിന്ന് വെച്ചോ. 2021 സ്റ്റാൻഡേർഡ് 15 മോഡൽ. അപ്പൊ മോഡൽ കുറയും, പൈസ കുറയും, റേറ്റ് കുറയും. ഓക്കെ. എത്ര വില? ഇത് നമുക്കൊരു 68 രൂപ. ഓക്കെ. വെറും 34,000 കിലോമീറ്റർ ഓടി 2015-16. 15-16 സിംഗിൾ ഓണർ നല്ലൊരു സ്റ്റാൻഡേർഡ്. ഇതെല്ലാം അത് പോളിഷ് ചെയ്ത് കൊടുക്കും. സർവീസും പോളിഷ് ഒക്കെ ചെയ്ത് തരും. നല്ല വൃത്തിയാക്കി നിങ്ങളെ കയ്യിൽ തരും. സിംഗിൾ ഓണർ വണ്ടി 15-16 65 രൂപ. സോറി 68,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ചോദിക്കേണ്ടത്. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മാക്സിമം ഡിസ്കൗണ്ട് ആക്കാം. അടുത്ത നമ്മൾ നോക്കാനുള്ളത് ക്ലാസിക് 14. വില കുറയല്ലോ. 65 രൂപ. സെക്കൻഡ് ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പിൽ വരെ 2014 മോഡൽ ക്ലാസിക്. കണ്ടീഷൻ എങ്ങനെ? ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി ഒന്നും വലിയൊരു ബുദ്ധിമുട്ടില്ല. വില എത്ര പറഞ്ഞേ? 65,000 രൂപയാണ് ക്ലാസിക്കിന് ചോദിക്കുന്നത് കേട്ടോ. 14. ഉള്ളിലൊക്കെ ഒരുപാട് വണ്ടികൾ കണ്ട്. വേണ്ട അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്തോളി. എത്ര? 16 മോഡൽ. BMW അല്ലല്ലോ. BMW സ്റ്റിക്കർ ഇവിടെ കാണണ്ടേ? ഹോണ്ട ഹോണറ്റ് 160 2017 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. ഫ്രണ്ടിൽ കുഴപ്പമില്ലാത്ത ടയർ ഉണ്ട്. ബാക്കിലെ ടയർ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ബോഡി ഒന്ന് അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ വില? 40 രൂപ. ഓക്കെ. 40,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. 2017 മോഡൽ. അടുത്ത ഗ്ലാമർ മോഡൽ. 2015 മോഡൽ ഗ്ലാമർ. നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി അത്യാവശ്യം വൃത്തിയുണ്ട്. 15 മോഡൽ ഗ്ലാമർ എന്താ ചോദിക്കുന്നത്? 30 രൂപ. 30,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. അടുത്ത അവഞ്ചർ 150 അവഞ്ചറാ? സോറി 220 അവഞ്ചർ റെഡ്. അതിന്റെ മറ്റൊരു കളറാണ് നമ്മൾ അകത്ത് കണ്ടത്. മോഡൽ എത്ര? 14 മോഡല്. 42,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 14 മോഡൽ എത്ര ചോദിക്കുന്നത്? 27 രൂപ കേട്ടോ. 2014 മോഡൽ അവഞ്ചർ വെറും 25,000 രൂപയാണ് ചോദിക്കുന്നത്. അടുത്തത് നമ്മൾ i3s ഗ്ലാമർ 2018. ഓക്കെ. 2018 ന്യൂ മോഡൽ ഗ്ലാമർ i3s സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. നമ്മൾ അലോയിൽ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടി. ടയർ ഫ്രണ്ടിൽ ഏകദേശം ടയർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ ടയർ ഉണ്ട്. ബോഡി ഒക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്. എന്താ വില? 40,000 രൂപയാണ് ഈ ഗ്ലാമർ കൊടുക്കല്ലേ? ഓക്കെ. 10-15 രൂപ ഉണ്ടായി കഴിഞ്ഞാൽ ഫൈനാൻസ് ഡൗൺ പേയ്മെന്റ് കൊടുത്ത വണ്ടി ഇറക്കാൻ പറ്റും. അടുത്ത പൾസർ 150 ബ്ലാക്ക് 14. ഓക്കെ. ഇത് കണ്ടീഷൻ എങ്ങനെ? വണ്ടി കുഴപ്പമില്ല. എന്താ വില? സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിംഗ്? എത്ര വില? നമുക്ക് 32 രൂപ. ഓക്കെ. ഇതും ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡിയൊക്കെ 32 അല്ലേ? 32,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. പൾസർ 150. അകത്ത് 2 കണ്ടിട്ടുണ്ട്. അടുത്ത നമ്മളെ വില കുറഞ്ഞ നമ്മളെ അയൺ മോട്ടോഴ്സിലെ ഏറ്റവും വില കുറഞ്ഞ വണ്ടി 2011 മോഡൽ ഡിസ്കവർ ആണ് ഈ കാണുന്നത്. ഈ ഒരു കോലത്തിൽ നമ്മൾ കൊടുക്കുക. നമുക്ക് നന്നാക്കി കൊടുക്കണേ. പണിക്കാട് മാറ്റണമെന്നുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. പണിക്കാട് മുട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. എന്താ വില? നമുക്ക് 8 രൂപ. ഓക്കെ. ശരി. ഓക്കെ. അയലവിൽ ഡിസ്കവറിക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി കേട്ടോ. നമ്മളെ ഡിസ്കവറിയാണ്
150 2011 ഡിസ്കവറി വെറും 8000 രൂപക്കാണ് ഈ കാണുന്ന വണ്ടിയില്ല. ഈ കാണുന്ന വണ്ടി നമ്മൾ കൊടുക്കുന്നത്. അടുത്തതാ നല്ലൊരു പാഷൻ പ്ലസ് 2004 മോഡൽ. ഓക്കെ 2027 പേപ്പർ 2027 പേപ്പറുള്ള നല്ലൊരു കണ്ടീഷൻ, സാധാരണക്കാരന്റെ സ്വന്തം വണ്ടി, മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്താ ലോകം 15 ആകെ 15 രൂപയാണ് ഈ കാണുന്ന പാഷൻ പ്ലസ് ചോദിക്കണ്ടേ. പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി, സാധാരണക്കാരന് പറ്റിയ വണ്ടിയാണ്. അടുത്ത് വീണ്ടും മറ്റൊരു പൾസർ. ഓക്കെ വീണ്ടും 2014 മോഡൽ പൾസർ 150. ഇതുപോലെ തന്നെ വണ്ടി അത്യാവശ്യം നല്ല ബ്ലാക്ക് കളർ, ബോഡി അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്, ടയർ കുഴപ്പമില്ലാത്ത ടയർ ഉണ്ട്. എന്താ വില? ഓക്കെ അത് 32,000 രൂപ നമ്മൾ ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. അടുത്ത കരിഷ്മ ZMR ചെറിയ വില കൊടുക്കാം. ഓക്കെ ഇത് ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാണ്ട് പിന്നെ ഈ കൊല്ലത്ത് എത്ര കൊടുക്കാം? 25 രൂപ ചോദിക്കണേ, കുറച്ച് കൊടുക്കാം. ഓക്കെ ശരി 2016 മോഡല് 25 രൂപയാണ് ആകെ നമ്മൾ ചോദിക്കുന്നത്. അതിനെന്തെങ്കിലും ഡിസ്കൗണ്ട് അതും ചെയ്തിട്ടോ. അടുത്ത നല്ല മൈലേജ് ഉള്ള മറ്റൊരു ജിക്സർ 2017 മോഡൽ ജിക്സർ. ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ടയർ ഉണ്ട്, ബാക്കിലെ ടയർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, ബോഡി അത്യാവശ്യം കാണാൻ വൃത്തിയുണ്ട്. അത് സർവീസ് ചെയ്ത് പോളിഷ് ഒക്കെ ചെയ്ത് നമുക്ക് തരും. എന്താ വില? ഇത് നമുക്കൊരു 38 രൂപ. ഓക്കെ 38,000 രൂപ നമ്മള് ജിക്സറിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് ചോദിക്കുന്നത്. വേണ്ട ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. ഇറക്കല്ലേ? ഓക്കെ ഇതൊക്കെ ഫൈനാൻസിൽ നമുക്ക് 10 രൂപേന്റെ താഴെ. ഓക്കെ 10 രൂപേന്റെ താഴെ കൊടുത്താൽ തന്നെ ഈ വണ്ടികളൊക്കെ ഇറക്കി കൊണ്ടാൻ പറ്റും. അടുത്ത 2 മോഡൽ കുറഞ്ഞ ഹോണ്ട ട്രിഗർ, CB ട്രിഗർ ഹോണ്ടന്റെ. എന്താ വില? അത് നമുക്ക് 23 രൂപ. മോഡല് 2014. ഓക്കെ 2014 CB ട്രിഗർ കാണാം. ഒന്ന് വൃത്തിയാക്കാണ്ട്, ചെറിയ രീതിയിൽ ഒന്ന് വൃത്തിയാക്കാണ്ട് ഒരു 23,000 രൂപ. തൊട്ടടുത്ത് പൾസർ 180. 2012 മോഡൽ പൾസർ 180 വില ആകെ 15 രൂപയാണ് ഈ കാണുന്ന 180 ചോദിക്കണേ. ഏറ്റവും നമ്മളെ ഗ്ലാമർ ആക്കിട്ടാ ഓക്കെ അലോവിയിൽ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്ന നമ്മളെ ഗ്ലാമർ 2012 ആകെ 20,000 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്കവിടെ പോവാം. ഓക്കെ അവിടെ ഒരു 11 പൾസർ ഉണ്ട് 8 രൂപ. ആ കാണുന്ന ഗ്ലാമർ ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുക ലൈഫത്തെ വണ്ടി വെറും 20 രൂപ 20,000 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു 4-5 സ്കൂട്ടർ പഠിക്കാൻ പറ്റിയ വില കുറഞ്ഞ ഒരു 4-5 സ്കൂട്ടറുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മോഡലൊന്നും വരുന്നത് ഒരു അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു മാസ്റ്റർ അടിച്ച് ഇപ്പൊ കാണുന്നത് 2017 മോഡല് ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ബോഡി ഇതിപ്പോ കുറച്ചേരം മുന്നേ നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുള്ളൂ. പോളിഷ് സർവീസ് ഒക്കെ വൃത്തിയാക്കി തരും. ഫ്രണ്ടിൽ ടയർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് ഓടാനുള്ളൂ. ബാക്കിലെ ടയർ പറയുകയാണെങ്കിൽ ബാക്കിൽ നല്ല ടയർ ഉണ്ട് കേട്ടോ. ഓക്കെ എന്ത് 33,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് ചോദിക്കുന്നത്. വില കുറഞ്ഞ കുറച്ച് വണ്ടികൾ നോക്കാം. ഇതാണ് വണ്ടി 2014 ഓക്കെ വെറും തുച്ഛമായ കായ് വെറും 13 രൂപക്കാണ് മാസ്റ്റർ കൊടുക്കുന്നത്. ആ ആക്റ്റീവ ഓക്കെ 2014 റെഡ് ആക്റ്റീവ വെറും 25 രൂപ. കൂടുതൽ കാണിക്കണില്ല, അതൊക്കെ നമ്മൾ റണ്ണിങ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു വണ്ടികളാണ്. അടുത്ത നമ്മളെ ഡ്യൂറോ വെറും 2013 മോഡല് നമ്മളെ മഹീന്ദ്ര ഡ്യൂറോ പഠിക്കാനൊക്കെ പറ്റിയ ചെറിയ വില ഉണ്ട്, വെറും 8 രൂപ. അടുത്ത റേസറ്റ് യമഹ 2014 യമഹ ഫ്രണ്ടിൽ കുഴപ്പമില്ലാത്ത ടയർ ഉണ്ട്, ബോഡിയൊക്കെ ഈ കാണുന്ന ഒരു വൃത്തി. എന്താ വില? ആകെ 17 രൂപ. അടുത്ത വീണ്ടും മറ്റൊരു മാസ്റ്ററോ കാണിച്ചാൽ 2013 മോഡൽ മാസ്റ്ററാണ് ഈ കാണുന്നത്. എന്താ വില? ആകെ 15,000 രൂപക്കാണ്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ പഠിക്കാനേ പണിക്ക് പോലെ തുച്ഛമായ പൈസ 15 രൂപ 8 രൂപ 13 രൂപ. ഒരു ഏവിയേറ്റർ ഉണ്ട് നമുക്ക് കൊടുക്കാം, കാണിച്ചു കൊടുക്കാം. ബുള്ളറ്റ് 10 രൂപ പേപ്പർ ക്ലിയർ ആയി സിവിലും കാര്യമില്ലാത്ത ആളുകൾക്ക് ക്ലിയർ ആളുകൾ. പിന്നെ നമുക്ക് ഓഫർ ആയിട്ട് പോകണൊക്കെ ആയതുകൊണ്ട് നമുക്ക് 5 ലിറ്റർ എണ്ണയും കൊടുക്കാം, ഒരു ഹെൽമെറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാം. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന വണ്ടിക്ക് നമ്മളെ വീഡിയോ കണ്ടു നമുക്ക് കൊടുക്കാം. അതെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ നമ്മളെ ഷോറൂമിലുള്ള എല്ലാ വണ്ടിയും കൊടുക്കാം. അതെ ഈ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഏത് വണ്ടിയാണോ അതിന് നമ്മൾ വരികയാണെങ്കിൽ 5 ലിറ്റർ പെട്രോളോ എണ്ണ കൊടുക്കാം, അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇഷ്ടമുള്ള കൊടുക്കാം. അതെ ഹെൽമെറ്റോ അല്ലെങ്കിൽ പെട്രോൾ എന്താ ജസ്റ്റ് അതിന്റെ പുറത്ത് നമ്മള് വലിയ എന്തെങ്കിലും ഡിസ്കൗണ്ട് അതും ചെയ്ത് കൊടുക്കാം. അപ്പൊ ഏതാണെങ്കിലും നമ്മൾ 3 മാസത്തിന് ശേഷം ഇന്ന് നമ്മൾ കണ്ടത് നമ്മളെ പിന്നെ അയൺ മോട്ടോഴ്സിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഏതാണെങ്കിലും പിന്നെ തൽക്കാലം ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഫൈനാൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും, പിന്നെ ഓഫീസിൽ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒക്കെ ചെയ്തോട്ടെ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ഉണ്ടായിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ ബൈ.